റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ശബ്ദത്തിൽ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ? അത് ഈ ഒരു ടോപ്പിക്ക് കാരണം തന്നെയാണ്. കാരണം ഞാൻ കേട്ട് മാത്രം പരിചയമില്ല, എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പക്ഷേ നമുക്കിങ്ങനെ വല്ലാത്തൊരു ഒരു ത്വര എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ത്വര, അങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് ആക്ച്വലി ഇപ്പം നല്ലോണം ഉണ്ട്. എന്താണെന്ന് പറയുകയാണെങ്കിൽ കൈരേഖാശാസ്ത്രം എന്നൊക്കെ കേട്ടിട്ടല്ലേ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പതിവ് പോലെ തന്നെ മഹാദേവൻ പിള്ള സാറാണ് നമ്മളോടൊപ്പം. സോ വെൽക്കം. നമസ്കാരം സർ. ശരിക്കും ഈ പറയുന്ന കൈരേഖാശാസ്ത്രത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ഇതിന് ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂ മൊത്തം കഴിയുമ്പോഴേക്ക് വർഷയ്ക്ക് ഇത് തോന്നും, കൈരേഖാശാസ്ത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു അടിസ്ഥാനം തൊട്ട് പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് ഈ കൈരേഖാശാസ്ത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് കൊച്ചുകുട്ടിയായിരിക്കും. വീട്ടിൽ ഈ കാക്കാത്തിമാരെന്ന് പറഞ്ഞൊരു ഏതോ ഒരു സിനിമയിൽ രേവതി അഭിനയിക്കുന്നുണ്ട് കാക്കാത്തിയായിട്ട്. അതുപോലെ അങ്ങനെ വേഷം കെട്ടി കാക്കാത്തിമാർ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ കൈ നോക്കാനെന്ന് വിളിച്ചു കോവിക്കണ്ട. ആ സിനിമയിലും അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അങ്ങനെയാണ് അവർ വരാറ്. അപ്പം കൈയൊന്നും നോക്കിയില്ലെങ്കിലും അവർ വീട്ടിൽ വന്ന് നമ്മളെ പ്രഷറൈസ് ചെയ്യും. മോൻ്റെ കൈ നോക്കാം, അല്ലെങ്കിൽ അമ്മയെ കൈ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യും. പക്ഷേ അതൊന്നും ചെയ്തില്ലെങ്കിലും വീട്ടിൽ അന്ന് അവരെ എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. എൻ്റർടൈൻ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മീനിയൽ ജോബ് എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ വിലയില്ലാത്ത ഒരു ജോബാണ് ഈ കൈനോട്ടം എന്നുള്ള രീതിയിലാണ് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ കാണുന്നുണ്ട്. ഈ കാക്കാത്തിമാർ വരും, അവർ കൈ ആരും നോക്കിക്കാറില്ല. പക്ഷേ വീട്ടിൽ ജോലിക്ക് വരുന്ന ഈ പാടത്തൊക്കെ ജോലി എടുക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ കയ്യിൽ കൈ കൊണ്ട് വെച്ച് കൊടുക്കും. അവരെന്തെങ്കിലും ഇങ്ങനെ പറയും, അത് കേട്ട് ഞങ്ങളും ആസ്വദിക്കും ഈ പറയുന്നത് കേട്ടിട്ട്. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ചിന്തയിൽ കുറച്ച് വ്യത്യാസം വന്നത്, ഞാനൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു മൂത്താശ്ശേരി അദ്ദേഹത്തിൻ്റെ പേര് തന്നെ എനിക്കറിയില്ല, അദ്ദേഹത്തെ മൂത്താശ്ശേരി എന്നാണ്. അപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ തടിയുടെ പണികൾക്കായിട്ട്, അപ്പോൾ കട്ടിലുകൾ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ, അങ്ങനെ ഈ മൂത്താശ്ശേരിക്ക് ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ അങ്ങ് വരുമായിരുന്നു. അപ്പോൾ വീട്ടിൽ മുറിച്ച മരങ്ങൾ കിടപ്പുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പണിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മൂത്താശ്ശേരിയായിട്ട് ഞാൻ വളരെ അടുത്ത് ഇടപെടുമായിരുന്നു. കാരണം ഈ മൂത്താശ്ശേരിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അദ്ദേഹത്തിന് ഈ മുറുക്കാൻ വേണം. മുറുക്കാൻ എന്ന് പറഞ്ഞാൽ വെറ്റില, പാക്ക്, പുകയിലൊക്കെ വേണം. അപ്പം ഞാനത് അത്യാവശ്യം സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. അപ്പോൾ ഈ മൂത്താശ്ശേരി അവിടെ പണിക്ക് വരാത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം താന്ത്രിക വിദ്യകൾക്ക് പോവും, ശില്പം ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലും മറ്റുമൊക്കെ പോവും. അതൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ വീട്ടിൽ വന്നിരുന്ന് പണി ചെയ്യുക. അപ്പോൾ ഇദ്ദേഹമായിട്ട് കുറച്ച് അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോടുള്ള വാത്സല്യം കൊണ്ടാണെന്ന് തോന്നുന്നു, എന്നോട് കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ, ഈ ശില്പം എങ്ങനെ ഉണ്ടാക്കും, താന്ത്രിക വിദ്യകൾ എന്തൊക്കെയാണ്, ജ്യോതിഷം എന്താണ്, ഈ കൈരേഖാശാസ്ത്രം എന്താണ്, ഇതിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാം. അദ്ദേഹം എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആധികാരികമായിട്ട് ഇതിനെല്ലാം കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹമാണ് എന്നോട് ഒരു ശാസ്ത്രീയമായ രീതിയിൽ എന്ന് തോന്നുന്ന രീതിയിൽ ഈ കൈരേഖാശാസ്ത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് അടിസ്ഥാനം, ഇപ്പോൾ കയ്യിലെ മണ്ഡലങ്ങൾ എന്തൊക്കെയാണ്, കയ്യിലെ ഏത് കൈയാണ് നോക്കേണ്ടത്, ഇപ്പോൾ സ്ത്രീകളുടെ ആണെങ്കിൽ ഇടത്ത് കൈയും പുരുഷന്മാരുടെ വലത്ത് കൈയും നോക്കണം, അത് എന്തുകൊണ്ട് അങ്ങനെ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. കയ്യിലുള്ള മണ്ഡലം, ഇപ്പോൾ ശുക്രമണ്ഡലം എന്താണ്, വ്യാഴമണ്ഡലം എന്താണ്, സൂര്യമണ്ഡലം എന്താണ്, ശനിമണ്ഡലം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും, പിന്നെ കൈയുടെ പ്രപ്പോർഷൻസ്, ഓരോ വിരലിൻ്റെ അളവുകൾ അങ്ങനെ വരും, നമ്മുടെ ശരീരഭാഗങ്ങളുടെ ഓരോന്നിൻ്റെ അളവുകൾ അങ്ങനെ വരും. അതുപോലെ ഈ വിരലിൻ്റെ അളവുകൾ, വിരലിൻ്റെ വീതി, കരം, ഓരോ വരകൾ, കയ്യിലൊരുപാട് ചിഹ്നങ്ങളുണ്ട്. പലർക്കും അത് അറിയുമെന്നറിയില്ല, കയ്യിലില്ലാത്ത ചിഹ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കുകയാണെങ്കിൽ XYZ, ട്രയാങ്കിൾ, ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങളുണ്ട്, സ്റ്റാർ, ആസ്ട്രിക്, ഇതൊക്കെ ഉണ്ട്. മലയാളത്തിൽ അതിന് പല പേരുകളാണ് പറയുന്നത്. മലയാളത്തിൽ ഉദാഹരണത്തിന് പിരിവ് ചിഹ്നം എന്ന് പറയും, അല്ലെങ്കിൽ നക്ഷത്ര ചിഹ്നം എന്ന് പറയും, ത്രികോണ ചിഹ്നം എന്ന് പറയും, അങ്ങനെ കുറേ ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ചിഹ്നങ്ങൾക്കൊക്കെ എന്താണ് അർത്ഥം, ഇത് ഓരോ മണ്ഡലത്തിലും വന്ന എന്താ പ്രസക്തി, ഇതൊക്കെ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. അന്നൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനിതൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നു.
അപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല മെമ്മറി ഉണ്ടായിരുന്നു. അതിപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് അന്ന് തന്നെ എനിക്കൊരു നെഗറ്റീവ് ചിന്ത തോന്നി. എനിക്ക് ചിന്ത തോന്നാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ജ്യോതിഷം കൃത്യമായിട്ട്, അദ്ദേഹം ഒരു ജ്യോതിഷ പണ്ഡിതന് പറയുന്നത്, ജ്യോതിഷം കൃത്യമായിട്ട് ഈ ജനന സമയത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാനമനുസരിച്ചാണ്, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനമനുസരിച്ചാണ് നിർണ്ണയിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു കാര്യം, ഈ ജനന സമയം ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഒരേ സമയം ഒരുപോലെയല്ല. ഇപ്പോൾ ഇവിടെ 9 മണി രാവിലെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമേരിക്കയിൽ രാത്രി 9 മണിയായിരിക്കും. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ, അദ്ദേഹവും ഞാനും ജനിച്ച ഒരേ സമയത്താണ്. 1961 ഓഗസ്റ്റ് 4 രാവിലെയാണ് ജനിച്ചത്. എൻ്റെ റെക്കോർഡിൽ ഓഗസ്റ്റ് 1 കിടക്കുന്നത്, പക്ഷേ ഞാൻ ശരിക്കും ജനിച്ച ഓഗസ്റ്റ് 4 അപ്പോൾ ഏതാണ്ട് അടുത്ത സമയത്താണ് ഞങ്ങൾ ജനിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ജനിച്ചത് ഞാൻ ജനിച്ചതിനേക്കാൾ 12 മണിക്കൂർ ശേഷമായിരിക്കും. കാരണം ഇവിടെ അവിടെയായിട്ട് സമയത്തിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജനന സമയം നോക്കി ജാതകം എഴുതി കഴിഞ്ഞാൽ ഒരേ ജാതകം വരും. ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി, ഞാനായില്ലല്ലോ. അപ്പോൾ ആ ജാതകത്തിൽ അന്ന് തന്നെ എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയുണ്ടായി, ലോകത്ത് പലയിടത്തും, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കൂ, കന്യാകുമാരി ഇപ്പോൾ പടിഞ്ഞാറേ അറ്റത്തുള്ള സമയം കിഴക്ക് പടിഞ്ഞാറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറ് സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ച് മാറുമല്ലോ. ഇപ്പോൾ ഗുജറാത്തിലെ കച്ചിലും അസമിലോ അല്ലെങ്കിൽ മണിപ്പൂരിലോ ഒക്കെയുള്ള സമയവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. 1-2 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ജനന സമയം നോക്കി ഈ ഗ്രഹങ്ങളുടെ ഇഫക്റ്റ് അവിടെ രണ്ടും രണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അന്ന് തന്നെ അത് ദഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ ജ്യോതിഷം കൂടുതൽ പഠിക്കാൻ മെനക്കെട്ടില്ല. എനിക്കത് ഒരു താല്പര്യക്കുറവുണ്ട്, ഇത് ശാസ്ത്രീയമല്ല എന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ അസ്ട്രോണമി ധാരാളം പഠിക്കണ്ടേ. അസ്ട്രോളജി അല്ല, അസ്ട്രോണമി കൂടുതൽ പഠിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അസ്ട്രോളജിയിൽ വീക്ക് പോയിന്റ്സ് ഒരുപാടാണ്. ഞാൻ അതുകൊണ്ട് അത് ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ഈ പാമിസ്ട്രിയെക്കുറിച്ച്, ഈ കൈരേഖകളെക്കുറിച്ച് ഞാൻ വീണ്ടും പഠിച്ചു. കോളേജിലെത്തുമ്പോൾ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു. അത് ഇംഗ്ലീഷ് പുസ്തകങ്ങളും കിട്ടുമായിരുന്നു, മലയാളം പുസ്തകങ്ങളും കിട്ടുമായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചിങ്ങനെ വായിച്ച് ഈ മൂത്താശ്ശേരി പറഞ്ഞെന്ന അടിസ്ഥാന തത്വങ്ങളുമായിട്ട് കുറേ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു അതിന്. അപ്പം എനിക്കപ്പോൾ തോന്നി, അപ്പം ഞാനൊരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ. ഞാൻ എഞ്ചിനീയറിംഗ് പഠനകാലത്തൊക്കെ ഇത് ധാരാളം വായിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിൽ പാമിസ്ട്രിയുടെ പുസ്തകങ്ങളുണ്ട്. ഷേറോ എന്ന് പറഞ്ഞ് ഒരാൾ എഴുതി. ഷേറോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അങ്ങനെയല്ല, അതൊരു തൂലികാ നാമമാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് വാർണർ എന്നാണ്. അദ്ദേഹം എഴുതിയ ഷേറോ പാമിസ്ട്രി വളരെ ലോകപ്രശസ്തമാണ്. അദ്ദേഹം അയർലൻഡുകാരനാണ്. ഇംഗ്ലണ്ടിനടുത്ത് കിടക്കുന്ന അയർലൻഡ്, അന്ന് ബ്രിട്ടീഷ് ഭരണമുള്ള കാലത്ത് അദ്ദേഹം ഇന്ത്യയിൽ വന്നാണ് അദ്ദേഹം ഇതൊക്കെ പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ വന്നാൽ പഠിച്ചെന്ന്. അതായത് മഹാത്മാഗാന്ധിയുടെ ആ കാലഘട്ടത്തിൽ, മഹാത്മാഗാന്ധി 1869 ജനിച്ചത്, ഷേറോ ജനിച്ച 66. മഹാത്മാഗാന്ധിയേക്കാൾ 3 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരാളായിരുന്നു. അദ്ദേഹം 60 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. എന്ന് മാത്രമല്ല, ഷെയറോ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രഡിക്ഷൻസിൽ അദ്ദേഹം 60 വയസ്സിനകത്ത് മരിക്കും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് കേട്ട കഥകളാണ്, ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ പാമിസ്ട്രിയെ കുറിച്ച് ഒരുപാട് ഷെയറോയുടെ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി. ഒരുപാട് വായിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ഐഡിയ തോന്നി, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണോ? കാരണം ഇപ്പം വർഷയ്ക്ക് തന്നെ അറിയാം, നമ്മുടെ കൈ ഒരിക്കലും ഒരുപോലെ ആവില്ല. എൻ്റെ കൈയുടെ ഒരു ഫോട്ടോ എടുത്ത് ലോകത്തുള്ള ബാക്കി എല്ലാവരുടെയും കൈയുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അതിനകത്തുള്ള രേഖകൾ ഒരുപോലെ ഒരിക്കലും ആവില്ല. ഇനി എനിക്ക് ആദ്യം ഉണ്ടായ ഒരു സംശയം, ഈ ജനിക്കുമ്പം തന്നെ കയ്യിൽ രേഖകളുണ്ട്. കാരണം എൻ്റെ അടുക്ക ചിലർ പറയുണ്ടായി പിന്നീട്, ഈ നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈ മടക്കുന്ന രീതി അനുസരിച്ച് ഒക്കെയാണ് ഈ കയ്യിൽ രേഖകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പലർക്കും പല ജോലി അനുസരിച്ച്, ഇപ്പോൾ വെറുതെ ഓഫീസിലിരിക്കുന്ന ആളിന് അങ്ങനെയാണെങ്കിൽ കൈരേഖ വരാനേ പാടില്ല. മറിച്ച് പാടത്ത് പണിയെടുക്കുന്നവർക്ക്, അടുക്കളയിൽ പണിയെടുക്കുന്നവർക്കൊക്കെ കൈരേഖ വ്യത്യസ്തമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല ഈ രേഖകൾ. ഇത് ജനിക്കുമ്പോൾ തന്നെ വരുന്ന രേഖകളാണ്. അത് പിന്നീട് കൂടുതൽ വിസിബിളായി മാറുകയുള്ളൂ. നമ്മൾ തൊലി കട്ടിയായി കഴിയുമ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി കൂടുകയുള്ളൂ. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രേഖകൾ നല്ല ലെൻസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ലെൻസിന് വരെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ രേഖകളുടെയൊക്കെ ഒറിജിൻ അവിടെ ഉണ്ട്, അത് മാറുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തുള്ള ഓരോ പ്രത്യേകതകളും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെയും ഒക്കെ
റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മെഡിക്കൽ സയൻസിൽ. ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ ബേസിക്കലി അവരെന്താ ചെയ്യുന്നത്, ഹൃദയമിടിപ്പ് ചെക്ക് ചെയ്യും, ഹൃദയമിടിപ്പ് പൾസ് ചെക്ക് ചെയ്യും. അത് നേരിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു സൗണ്ട് ട്രാൻസ്മിറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെതസ്കോപ്പ് വെച്ച് അത് ചെക്ക് ചെയ്യും. അതുപോലെ പണ്ടൊക്കെ ഈ സ്റ്റെതസ്കോപ്പിന് പകരം ചേരുന്നത് വൈദ്യന്മാർ നാഡി പിടിച്ചു നോക്കുമായിരുന്നു, നാഡിമിടിപ്പ് അങ്ങനെ. അതുപോലെ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് അങ്ങനെ, ഇതൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കും. ബോഡിയുടെ ടെമ്പറേച്ചർ, ഇതിനൊക്കെ നമ്മുടെ ആരോഗ്യമായിട്ടും രോഗങ്ങളുമായിട്ടും ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരച്ചിരിക്കുന്ന ഈ വരകൾക്ക് ബന്ധമുണ്ടോ ഇല്ലയോ, ഇത് എന്നെ തന്നെ ഒരു കാലഘട്ടത്തിൽ കുഴച്ചൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണിതിലുള്ളത്. അതായത് കയ്യിലെ രേഖകൾ ഒരുപോലെ കണ്ടിരിക്കുന്ന ആളുകളിൽ ഒരുപോലെ കാണുന്ന സ്വഭാവ വൈജാത്യങ്ങൾ എന്താണ്, അത് പഴയ ആളുകൾ പഠിച്ചു. ഇത് വളരെ പഴയൊരു ശാസ്ത്രമാണ്. ഈ പാമിസ്ട്രി ഇന്ത്യയിൽ തുടങ്ങിയിട്ട് ഏകദേശം 6000 വർഷത്തോളമായി. ഇത് ഗ്രീസിൽ തന്നെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇവിടുന്ന് പോയതാണോ എന്നറിയില്ല, അവിടെ ഇതുണ്ടായിരുന്നു. 5000 വർഷത്തോളം മുമ്പ് ഗ്രീസിൽ പാമിസ്ട്രി ഉണ്ടായിരുന്നു. എന്തിന്, വാൽമീകി രാമായണം ഏതാണ്ട് 4000 വർഷത്തിന് മുമ്പൊക്കെ എഴുതിയ, അതിനകത്ത് ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്, കൈരേഖകളെ കുറിച്ച്. ബൈബിളിൽ പരാമർശമുണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഭാവി എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നേ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചില ഗോത്രവർഗ്ഗങ്ങളിൽ കൈരേഖകൾ നോക്കിയിട്ട് മാത്രമേ വിവാഹം ഉറപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ കൈരേഖകളിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പം ഇതൊരു വിശ്വാസമായിട്ട് കുറേ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വന്നൊരു തകരാറ്, മധ്യകാലഘട്ടത്തിൽ വന്നൊരു തകരാറ്, ഇത് ഈ ഉപജീവന മാർഗത്തിന് വേണ്ടി കാക്കാത്തികളെ പോലുള്ളവരിത് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊരു ലെസ്സർ തിങ് ആയിട്ട് പോയി. ഇതൊരു ഒരു എന്താണ് പൊട്ടത്തരം എന്നുള്ള രീതിയിൽ ആളുകൾ എടുത്തു. പക്ഷെ എൻ്റെ അഭിപ്രായം ഇതിൽ ഇനിയും ശാസ്ത്രീയമായ പഠനം നടക്കണമെന്നാണ്. ഇപ്പം ഞാനിത് എനിക്ക് കിട്ടിയിട്ടുള്ള പുസ്തകങ്ങൾ വഴിയും മറ്റുമൊക്കെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂത്താശ്ശേരി വഴിയൊക്കെ കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ട് മാത്രമേ എനിക്കിത് അറിയുള്ളൂ. പക്ഷേ ഇത് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഇപ്പോൾ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പാം എടുത്തിട്ട് ഇവരുടെ സ്വഭാവ സിമിലാരിറ്റീസിനെ അനലൈസ് ചെയ്ത് ഏതൊക്കെ കൃത്യമായിട്ട് ഇതിനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, കൈരേഖ എന്തൊക്കെ സത്യങ്ങൾ പറയുന്നുണ്ടെന്ന്. ഇപ്പോഴും ഈ കൈരേഖയെ സംബന്ധിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആധികാരികമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ലക്ഷോപലക്ഷം കോമ്പിനേഷൻസ് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് കയ്യിൽ ഏറ്റവും അടിയിൽ കാണുന്ന ഒരു വലിയ വരയാണ് ആയുർ രേഖ എന്ന് പറയുന്നത്. ആയുർ രേഖയ്ക്ക് മുകളിൽ കിടക്കുന്ന വരെയാണ് ബുദ്ധിരേഖ എന്ന് പറയുന്നത്. ഈ ആയുർ രേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും ഇടയിൽ വിവിധ സ്ഥാനങ്ങളിൽ വിവിധ ചിഹ്നങ്ങൾ വന്നാൽ, വിവിധ വരകൾ വന്നാൽ അതിൻ്റെ ഇഫക്റ്റ് പലതാണെന്നാണ് ഈ പാമിസ്ട്രി. അതുപോലെ ഓരോന്നിലും കയ്യിൽ മൊത്തം എന്തിന് തള്ളവിരലിൻ്റെ മടക്കിൻ്റെ നീളം, തള്ളവിരലിലുള്ള ചിഹ്നങ്ങൾ, തള്ളവിരലിൻ്റെ വീതി, ഇതിനൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാമിസ്ട്രിയിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല വീതിയുള്ള തള്ളവിരലും നഖം വളരെ ചെറുതും പതുങ്ങിയ, അതായത് തീരെ വീതി കുറഞ്ഞ നഖവുമാണെങ്കിൽ അവർ ആൻറ്റി സോഷ്യൽസ് ആകും എന്നാണ്. അതിൽ കൊലപാതകം വരെ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. അത് ഒരാളതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. കൊലപാതകം ചെയ്ത പലരെയും കുറിച്ച് പഠിക്കുമ്പോൾ അവരിൽ ഈ പ്രത്യേകത കാണുന്നു. അപ്പം ഇതിലെന്തോ ചില കാര്യങ്ങളുണ്ട്. 100% ശരിയാണോ ഇപ്പോൾ ലഭ്യമായതെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഇപ്പോഴത്തെ സജഷൻ ഇത് ഇന്നത്തെ കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇതിനെ പഠിക്കണമെന്നാണ്. ഇപ്പോൾ ജീനുകളെ ആളുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരിക്കലും ഞാൻ കേരള യൂണിവേഴ്സിറ്റി പോയപ്പം ജീൻ ചെയിനുകളെ കുറിച്ച്, ലക്ഷോപലക്ഷം ചെയിനുകളുള്ള, ഇപ്പോൾ ഓരോ കോശത്തിലും ഓരോ DNA കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ജീൻ ചെയിനുകളെ, അതിനാണ് ജനോമിക് സ്റ്റഡി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല? ഇതൊരു മോശപ്പെട്ട ശാസ്ത്രമായിട്ട് എഴുതി തള്ളുന്നതിന് പകരം ഇത് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ഇപ്പോൾ കൈരേഖ നോക്കി പറയാറുണ്ട്, അതിലെന്ത് സത്യമുണ്ട്. അതുപോലെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച്, നമ്മുടെ കഴിവുകളെക്കുറിച്ച്, നമുക്ക് ഏത് കഴിവുകൾ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ഒരു പഠനത്തിൽ കൂടെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, അതിന് കൈരേഖ സഹായിക്കുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സർ, ഇവിടെ കേരളത്തിലുള്ള കൈരേഖാശാസ്ത്രവും അതുപോലെ തന്നെ വിദേശത്തുള്ളതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇന്ത്യയിൽ കൈരേഖാശാസ്ത്രം മിക്കവാറും സംസ്ഥാനങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. വലിയ വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോഴും എനിക്കിതിലൊരു കൗതുകമുള്ള അതായതുകൊണ്ട്, ഇപ്പം ഞാൻ ചെറുപ്പകാലത്ത് എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ രേഖ നോക്കി രേഖയിൽ എന്താണ് കാണുന്നതെന്ന് ഞാൻ പറയുമായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശല്യം സഹിക്കാൻ വയ്യാതായി. ആളുകളൊക്കെ കൈ കൊണ്ട് വരികയാണ്. പിന്നെ ഞാനതങ്ങ് നിർത്തി. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ അതൊരു തൊഴിലായിട്ട് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനൊരു കൗതുകത്തിന് വേണ്ടി രേഖ, ഇത് ആളുകൾക്കൊരു കൗതുകമാണ് എന്താ ഉള്ളതെന്ന്. പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇപ്പോഴത്തെ കൈനോട്ടക്കാരെ പോലെയുള്ള പ്രാക്ടീസ് ഞാൻ ചെയ്യാറില്ല. ഞാൻ എന്നോട് ആദ്യം ഈ കൈരേഖാശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്ന മൂത്താശ്ശേരി എന്നോട് പറഞ്ഞ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ കൈരേഖ നോക്കുമ്പോൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും മാത്രമേ സന്നിഹിതരാകാൻ പാടുള്ളൂ. മറ്റൊരാരെയും അവിടെ നിർത്തരുത്. അത് ഞാൻ ഇപ്പോഴും ആരിലും കാണുന്നില്ല. ഇപ്പോഴും കൈരേഖ നോക്കുന്നവർ, അദ്ദേഹം അത് താത്വികമായിട്ട് കറക്റ്റായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും കൈരേഖ നോക്കുന്നവർ 10 ആളിൻ്റെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ വർഷയുടെ സ്വകാര്യതയാണ് വർഷയുടെ രേഖകളെന്ന് പറയുന്നത്. അത് 10 പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കൂ. നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത് അദ്ദേഹം പറഞ്ഞ ഒരു നിയമമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു നിയമം, ആരോടാണോ ഫലം പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ മുഖത്തും കണ്ണിലും നോക്കിക്കൊണ്ടേ ഫലം പറഞ്ഞു കൊടുക്കാവൂ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാനുള്ള ശേഷിയുണ്ടോ? ഇപ്പോൾ കൈ നോക്കിയിട്ട് നമ്മൾ നല്ലതും പറയും മോശവും പറയും. ഈ നല്ലത് പറയുമ്പോൾ ശരിക്കും കാക്കാത്തിമാർക്കൊരു ഗുണമുണ്ടായിരുന്നു. അവർ നല്ലത് മാത്രമേ പറയുള്ളൂ. അതവർ കുറേ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങ് പറയാണല്ല. അവർ വരയുടെ ഫലമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്ന ഒരാൾ പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരാൾ ക്രിമിനലായി മാറാം, അല്ലെങ്കിൽ കൊലപാതകയായി മാറാം, അങ്ങനെയുള്ള പലതും ഉണ്ട്. ഇപ്പോൾ വൈവാഹിക ബന്ധം എങ്ങനെയാവും, മറ്റ് മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ അങ്ങനെയാവും, സാമ്പത്തിക രംഗം അങ്ങനെയാവും. ഇതൊക്കെ കൈ കാണുന്ന നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷെ അത് പറയുമ്പോൾ ഒരിക്കലും വേറൊരാൾ കേൾക്കാൻ പാടില്ല അന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു പോയിന്റ് കൂടെ ഉണ്ട്, 18 വയസ്സ് തികയാത്തവരുടെ കൈ നോക്കരുത് എന്ന് പറഞ്ഞു. അത് എന്താണ് അതിൻ്റെ തത്വം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്ക് അന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. ഒരു 18 വയസ്സാവുമ്പോഴേ കയ്യിൽ ഒരു രേഖകളൊക്കെ കൃത്യമായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് എനിക്കതിൽ വേറൊരു ഇംപ്ലിക്കേഷൻ കൂടെ തോന്നുന്നുണ്ട്. 18 വയസ്സാകാത്ത ഒരാളിനെ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭീഷണിയായിട്ട് എടുക്കാൻ വേണമെങ്കിൽ പോക്സോ കേസ് വരാം. അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞവരുടെ കൈ നോക്കുന്നതാണ് സേഫ്. അപ്പം ഞാനത് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എനിക്കൊരു ഗുണമുണ്ടായി. ഈ ആംഗല ഗ്രന്ഥങ്ങൾ ഷെയറോയുടെയും മറ്റുമൊക്കെ, ഇപ്പോൾ പാമിസ്ട്രിയിൽ ആധികാരികമായിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഷെയറോയുടെ പുസ്തകങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ ഗ്രീക്ക് പാമിസ്ട്രി എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളൊന്നും എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നറിയില്ല. പക്ഷേ ഷെയറോയുടെ പാമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഷെയറോ ഇന്ത്യയെ വന്ന് പഠിച്ച പാമിസ്ട്രിയാണ്. അതാണിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പ്രചാരത്തിലുള്ളത്. ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഫോളോ ചെയ്യപ്പെടുന്നത് ഷെയറോയുടെ പാമിസ്ട്രിയാണ്. അപ്പോൾ അത് ഇന്ത്യൻ പാമിസ്ട്രിയുടെ ഇംഗ്ലീഷ് പതിപ്പ്. കാരണം അദ്ദേഹം ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയതാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടാണ് പാമിസ്ട്രിയും ജ്യോതിഷവും ഒക്കെ പഠിച്ചു പോയത്. അപ്പോൾ അദ്ദേഹം ഒക്കൾട്ട് സയൻസിൻ്റെ ഒരു പ്രചാരകൻ എന്നുള്ള നിലത്തിൽ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ പാമിസ്ട്രിയും പാശ്ചാത്യ നാടുകളിലുള്ള പാമിസ്ട്രിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെ ശരിക്കും തെറ്റാണ്. കാരണം ഈ ഇതിനെക്കുറിച്ച് ഒരു ആധികാരിക പഠനം വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്പീഷീസ് അനുസരിച്ച് ഇത് മാറുന്നു. അപ്പോൾ 3 സ്പീഷീസാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ 3 സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നീഗ്രറ്റോയിഡ്, ഒന്ന് ആസ്ട്രലോയിഡ്, ഒന്ന് മംഗളോയിഡ്. ഈ 3 സ്പീഷീസിനും ബോഡിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാർ ഒരു മിക്സ്ഡ് സ്പീഷീസാണ്. മറിച്ച് ആര്യൻസ് ആസ്ട്രലോയിഡാണ്. ഇപ്പോൾ ചൈനക്കാർ മിക്കവാറും മംഗളോയിഡ് ആയിരിക്കും. ഇപ്പോൾ കെനിയയിലുള്ള ഒരു നീഗ്രറ്റോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ 3 സ്പീഷീസിനെങ്കിലും ഇതിൽ വ്യത്യാസമുണ്ടോ എന്ന് പഠിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള പാമിസ്ട്രിയിൽ അത് ഇന്ത്യക്കാർക്ക് സ്യൂട്ടാകുന്ന പാമിസ്ട്രി ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യക്കാരെല്ലാം സങ്കരവർഗ്ഗങ്ങളാണ്. ഇന്ത്യയിൽ പ്യുവർ ആര്യൻസ് വളരെ അപൂർവമായിട്ട് ഹിമാലയത്തിൽ എവിടെയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മളെല്ലാം മിക്സ്ഡ് സ്പീഷീസാണ്. ആര്യ ദ്രാവിഡ സങ്കരമാണ്. അതുകൊണ്ട് ദ്രാവിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നീഗ്രറ്റോയിഡ്സ് ആയിരുന്നു, ഒറിജിനൽ ദ്രാവിഡിയൻസ്. ആര്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രലോയിഡാണ്. മംഗളോയിഡും ഉണ്ട്. ഇന്ത്യയിൽ ഈ 3 സങ്കരവും ഏറ്റവും കൂടുതലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്. അപ്പോൾ ഈ സങ്കരവർഗത്തിൻ്റെ കൈരേഖയുടെ ഒരു ശാസ്ത്രമായിരിക്കാം നമുക്ക് ഉണ്ടാകുന്നത്. അതും ആധികാരികമായിട്ട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്പീഷീസ് അനുസരിച്ച് കൈരേഖകൾ മാറുന്നുണ്ടോ, അത് സ്പീഷീസ് അനുസരിച്ച് അവരുടെ ഫലങ്ങളിൽ മാറ്റമുണ്ടോ. എനിക്ക് തോന്നുന്ന ഭാവിയിൽ അങ്ങനൊരു പഠനം വരും. കാരണം ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി അല്ലേ. നമ്മൾ കയ്യിലെ രേഖകളും അവരുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പഠിക്കുക. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഇന്നത്തെ ഒരു വിഷയമായിട്ട് പറയാമെന്ന് കരുതിയത്, ഏതാനും ദിവസം മുന്നേ
പെട്ടെന്ന് ആകസ്മികമായിട്ട് ഞാൻ എൻ്റെ കൈയെടുത്തൊന്ന് പരിശോധിച്ചു. അപ്പം മുമ്പൊക്കെ ലെൻസ് നോക്കണമായിരുന്നു കൃത്യമായ രേഖ. ഇപ്പോൾ ലെൻസ് വേണ്ട. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആംഗിളിൽ എൻ്റെ പാമ്പ് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് കൃത്യമായ രേഖകൾ കാണാം. ചെറിയ ചെറിയ നമുക്ക് നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത രേഖകൾ വരെ ഈ മൊബൈലിൽ ഫോട്ടോ എടുത്താൽ കാണാം. അപ്പം ഞാൻ എൻ്റെ കൈരേഖ തന്നെ ഒന്ന് നോക്കി, എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ കൈരേഖകളുമായിട്ട് ബന്ധമുണ്ടോന്ന്. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം, എൻ്റെ കൈരേഖയിൽ 60 വയസ്സിന് ശേഷം ധാരാളം വിദേശ യാത്രകൾ ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ പെട്ടെന്ന് ഓർത്തു, ഇത് ശരിയാണല്ലോ. കാരണം എനിക്ക് വിദേശങ്ങൾ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 60 വയസ്സിന് മുമ്പ് ഞാൻ വളരെ അപൂർവം രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ. ഇപ്പം മിക്കവാറും ഇപ്പോൾ അടുത്ത മാസം ഞാൻ വിദേശയാത്ര പോവാണ്. ഇപ്പം മിക്കവാറും ഞാൻ വിദേശയാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്നാൽ ഈ രേഖാശാസ്ത്രം ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ വിദേശയാത്ര എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് 19 കൊല്ലം മുമ്പേ ഇത്ര വിദേശയാത്രകൾ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? സാമ്പത്തികമായിട്ട് അത് വലിയ ചിലവുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധ്യമാവും. അപ്പോൾ അത് എന്തുകൊണ്ട് ആ രേഖയിൽ സംഭവിച്ചു, മനസ്സിലായല്ലേ? അപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് പുനർചിന്തനം വന്നത്. ഇത് പഠിക്കേണ്ട കാര്യമാണല്ലോ. അതുപോലെ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഓരോ മണ്ഡലങ്ങളിലുമുള്ള അടയാളങ്ങളെക്കുറിച്ച് ഞാൻ നോക്കുന്നുണ്ട്. ഞാനത് എൻ്റെ വിരൽ തന്നെ, എൻ്റെ കൈ തന്നെ ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് പാമിസ്ട്രി അനുസരിച്ച് ഇതിൽ ഏതൊക്കെ സത്യമാണ് ഏതൊക്കെ സത്യമല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കൈപ്പത്തിയെ മാത്രം പഠിച്ചത് കൊണ്ട് അതാകുന്നില്ല. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി, വളരെ രസകരമായ ഒരു അനുഭവം. ഞാൻ ബോംബെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഹോസ്റ്റലിൽ എൻ്റെ ഒപ്പം താമസിച്ചിരുന്ന ഒരാൾ ഒരു ദിവസം പറഞ്ഞു, അയാളുടെ ബന്ധു താജ് ഹോട്ടലിൽ എന്തോ ഒരു ജീവനക്കാരനാണ്, ഒരു സീനിയർ ജീവനക്കാരനാണ്, അയാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് വരെ ഈ താജ് ഹോട്ടൽ കണ്ടിട്ടില്ല. വലിയ ഹോട്ടലല്ലേ, ബോംബെയിലെ സൂപ്പർ 5 സ്റ്റാർ ഹോട്ടൽ. അന്ന് 5 സ്റ്റാർ ആയിരുന്നു, ഇപ്പോൾ അത് 7 8 10 ഒക്കെ ആയിക്കാണ്. അപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിദേശ വനിത അവിടെ താമസിക്കുന്നുണ്ട്, അവർക്കൊരു പാമിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായല്ലേ? അപ്പോൾ അയാൾ അതിനുള്ള തിരക്കിൽ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പാമിസ്റ്റിനെയൊക്കെ വിളിച്ചപ്പോൾ അവർക്കൊന്ന് ഹിന്ദി അല്ലെങ്കിൽ മറാഠി മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അയാൾ വിഷനായിരിക്കുന്ന സമയത്താണ് ഞാനവിടെ എത്തിയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇത് കാഷ്വലി എന്ന് പറഞ്ഞ് പാമിസ്ട്രി എനിക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പെട്ടെന്ന് ചോദിച്ചു, എന്നാൽ അതൊന്ന് ചെയ്യുമോ, അവരുടെ കൈയൊന്ന് നോക്കി കൊടുക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈയിടെയായിട്ട് അത് ചെയ്യാറില്ല, കാരണം ഞാനത് നിർത്തി വെച്ചിരിക്കുക. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ചെയ്യൂ, നല്ല ഫീസും തരാമെന്ന് പറഞ്ഞു. ഈ നല്ല ഫീസും തരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വീണുപോയി. ഞാൻ നോക്കി, പക്ഷെ എനിക്ക് അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിദേശിയുടെ കൈ നോക്കുന്നത്. ഈ ഇന്ത്യക്കാരുടെ കൈരേഖകളുമായിട്ട് അവർക്ക് സാദൃശ്യമുണ്ടോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ? അത് തന്നെ ഒരു സ്ത്രീയാണ്, അവരുടെ ഇടത് കൈയാണ് നോക്കുന്നത്, പുരുഷൻ്റെ ആണെങ്കിൽ വലത് കൈയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഈ രേഖകൾ കൃത്യമായിട്ട് കാണണമെങ്കിൽ ചിലപ്പോൾ ഈ ഒന്നാമത് വെള്ളക്കാരിയാണ്, കയ്യിലുള്ള രേഖകൾ കൃത്യമായിട്ട് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അയാളൊരു ലെൻസൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. ആ ലെൻസ് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. മാത്രമല്ല, ഇന്ന് ചെയ്യുന്ന പോലെ അല്ല ശരിക്കും പാമിസ്ട്രി ഉണ്ട്. പാമിസ്ട്രി ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ സൈസ് ഉൾപ്പെടെ മാർക്ക് ചെയ്യണമെന്നാണ്. ഓരോ ജോയിൻറ്റ് മാർക്ക്. അപ്പോൾ പാമിസ്ട്രി ചെയ്യുമ്പോൾ ഒരു വെള്ള പേപ്പറിൽ പാം മാർക്ക് ചെയ്തിട്ട് ആ പേപ്പറിൽ തന്നെ പാമിൽ ലൈൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം സയൻറ്റിഫിക്കായിട്ട് അത് ചെയ്യാൻ. ഞാൻ അങ്ങനെ തന്നെയാണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്ത് അവർ ഭയങ്കര ഇമ്പ്രസ്ഡ്. എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത പാമ്പൊക്കെ അവർ കൂടെ കൊണ്ടുപോയി. അതിനകത്ത് ഓരോ പൊസിഷനിൽ ഞാൻ എന്തൊക്കെ മാർക്ക് ഉണ്ടെന്നൊക്കെ അത് അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, മാർക്കൊക്കെ എവിടെ ഉണ്ടോ. ചിലതൊക്കെ കാരണം ഈ നമ്മളിത് കൈരേഖ പറയുമ്പോൾ സത്യമായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയാറുണ്ട്. കാരണം അവർ പിന്നീട് പോയി അത് അർത്ഥസത്യമായിട്ട് വേറൊരിടത്ത് പ്രയോഗിക്കും. അപ്പോൾ നന്നായിട്ട് അറിയാത്ത ഒരാളിനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്തായാലും വാട്ട് എവർ ഈസ് ദി ഔട്ട്കം ഇപ്പോൾ റൈറ്റ് നൗ ഉള്ളത്, അതൊരു ശാസ്ത്രീയ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ബോഡിയിലുള്ള ഓരോ ശാരീരികമായ പ്രത്യേകതകളും നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും കാണിക്കുന്നു എന്നുള്ള മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് വരുമ്പോൾ ഇതിന് അർത്ഥതലങ്ങൾ കൂടുതലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ എത്രമാത്രം ആധികാരികമാണെന്ന് അറിയില്ല. മാത്രമല്ല, ഇപ്പോൾ ഉള്ള സാമ്പിൾ സൈസൊക്കെ കുറവാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ സാമ്പിൾ സൈസ് എന്ന് പറയും, 100 പേരുടെയോ 200 പേരുടെയോ നോക്കിയിട്ട് അതിനെ ജനറലൈസ് ചെയ്യും. അതിന് പകരം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്രയും കോടി ജനങ്ങളില്ലേ, 145 കോടി ജനങ്ങളിലൊരു 1 കോടി ജനങ്ങളുടെ കയ്യിലെ പാമ്പിനെ നമുക്ക് പഠിക്കാൻ പറ്റിയാൽ നമുക്കിതിൻ്റെ കോയിൻസിഡൻസ് റേഷ്യോ എത്രയാണെന്ന് കാണാം. അപ്പോൾ ഒരു 90% ഇത് ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു സയൻറ്റിഫിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇത് കൂടുതൽ പ്രചാരത്തിൽ വരും. എനിക്ക് തോന്നുന്നു ഇത് പ്രചാരത്തിൽ വരുന്നത്. കാരണം ഇതൊരു കെട്ടുകേൾവിയല്ലല്ലോ, ഇത് നമ്മുടെ ബോഡിയിലുള്ള ഒരു മാർക്കാണ്. അപ്പോൾ അതിന് റിയാലിറ്റി കൂടുതലാണ്. ഇതാരും പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ മാർക്കിനെ നമ്മൾ അപഗ്രഹിക്കുന്നതിൽ വ്യത്യാസമുണ്ടോ,
തെറ്റുണ്ടോ എന്നാണ് അറിയുന്നത്. അത് കേസ് സ്റ്റഡി വെച്ച് തന്നെ പഠിക്കണം. എനിക്കൊന്ന് കുറേ PhDകൾ ഇതിൽ വരണം. കുറേ 1,00,000 പേരുടെ കൈപ്പത്തി പരിശോധിച്ച ഒരു പഠനം, അതിൽ എത്രമാത്രം ഈ പറഞ്ഞ പ്രഡിക്ഷൻസ് ഒക്കെ ശരിയായി വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിലിപ്പോഴും ഒരു ആധികാരികം എന്ന് പറയാനുള്ള ഒരു ബൃഹത് ഗ്രന്ഥമില്ല. ഇപ്പോൾ യോഗാസനത്തിൽ യോഗാചാര്യന്മാരെഴുതിയ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ ആയുർവേദത്തിൽ ആയുർവേദ ആചാര്യന്മാരെഴുതിയ പുസ്തകങ്ങളുണ്ട്. അതുപോലെ പാമിസ്ട്രിയിൽ ഇപ്പോഴും ഒരു ആധികാരിക ഗ്രന്ഥമില്ല. എന്തുകൊണ്ടാണ് ഇത് നെഗ്ലക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. പല പല ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ ഒരു ആധികാരിക ഗ്രന്ഥം. അതുകൊണ്ടാണ് പാമിസ്ട്രിയിൽ ഒരു ഗുരുവിനെ നമ്മൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാറില്ല. ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാമിസ്ട്രി എന്ന് പറഞ്ഞാൽ അവരുടൻ ഷെയറോ എന്ന് പറയും. പക്ഷെ ഷെയറോ അല്ല, ഷെയറോ ഇവിടെ വന്ന് ഇന്ത്യയിലെ സന്യാസിമാരിൽ നിന്ന് പഠിച്ചിട്ടാണ് പോയതെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ യോഗാസനം പ്രചരിച്ച പോലെയോ അല്ലെങ്കിൽ ജ്യോതിഷം പ്രചരിച്ച പോലെയോ ഈ പാമിസ്ട്രിക്ക് ഒരു പ്രചാരമുണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ ജ്യോതിഷത്തെക്കാൾ ആധികാരികമായിട്ട് ശാസ്ത്രീയ ബേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ശാഖയാണത്. പക്ഷെ അത്രമാത്രം പഠനം അതിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല, ഇപ്പം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നോക്കും രേഖകൾ. അവരുടെ ഫലം പറഞ്ഞില്ലെങ്കിലും നമുക്ക് അവരുടെ സ്വഭാവം വെച്ച് പഠിക്കാൻ പറ്റും. പിന്നെ ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ ഇതിനെ ഏത് തലത്തിലേക്കും കൊണ്ടുപോയി ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നെ ഇത് പഠിപ്പിച്ച ആൾ പറഞ്ഞു 1 രൂപ വാങ്ങിയിട്ടേ ചെയ്യാവൂ, മിനിമം 1 രൂപയെങ്കിലും ദക്ഷിണ വാങ്ങിയിട്ട് ചെയ്യണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ അതെന്തിനാ ഈ 1 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? അതെന്താണെന്ന് വെച്ചാൽ 1 രൂപയെങ്കിലും നമുക്ക് തന്നു കഴിയുമ്പോൾ ഈ കൈ കൊണ്ടുവരുന്ന ആളിനൊരു സീരിയസ്നെസ് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരു തമാശയായി പോകും. അപ്പോൾ അതുകൊണ്ട് ദക്ഷിണ വാങ്ങിച്ച് തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധമായിട്ട് പറയണം. അത് എനിക്കും തോന്നുന്നു ശരിയാണെന്ന്. ഇപ്പോൾ ഒരു കൈ എൻ്റെ അടുക്ക കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് 10,000 രൂപ തന്നാലേ ഞാൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സീരിയസ് ആയിരിക്കും. മറിച്ച് വെറുതെ ഒരു കൈ കൊണ്ടുവന്ന് എന്തെങ്കിലും കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരത് അപ്പോഴേ മറന്നു പോകും. മനസ്സിലല്ലേ? അപ്പോൾ ആ സീരിയസ്നെസ്സിന് വേണ്ടി ആയിരിക്കാം ചിലപ്പം ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. എന്തായാലും ഭാവിയിൽ ഇത് എൻ്റെ ഒരു പ്രവചനമായിട്ട് എടുത്താൽ മതി. ഇത് ഇനിയും പഠിക്കപ്പെടും. മെഡിക്കൽ സയൻസുമായിട്ട് ഇതിനെ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില രോഗങ്ങൾ തന്നെ കയ്യിലെ രേഖകൾ വഴി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ മുൻകൂട്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. സർ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ മുത്താശാരീനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് പണ്ട് ഈ ഒരു ഇങ്ങനെ കൈ നോക്കാൻ കുറേ ആളുകൾ വരുന്നു, അല്ലെങ്കിൽ മുത്താശാരീനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അന്നത്തെയും ഇന്നത്തെയും ഈ ഒരു കൈരേഖാശാസ്ത്രം നോക്കുന്നതിലും അല്ലെങ്കിൽ അതിലും വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണ്? ഇന്ന് ഞാൻ അധികവും കാണുന്നത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓൺലൈനായിട്ട് കൈരേഖ നോക്കുന്ന ഒരുപാട് പേരുടെ പരസ്യം കാണും. അത് ആപത്കരമാണ്. ഒന്നാമത് അതൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ യൂട്യൂബിൽ ലൈക്ക് കിട്ടുന്ന പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈനിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പറയും. അത് ഇത്ര രൂപ അല്ലെ ഇത്ര $, അഡ്വാൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫലം അയച്ചു തരും. ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ ഇഷ്ടംപോലെ ഇൻ്റർനെറ്റിൽ കാണുന്നുണ്ട്. അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനിത് പഠിക്കുമ്പോൾ തന്നെ കേട്ട ഒരു കാര്യം, ഇത് ഇപ്പോൾ നമ്മളൊരാളിനൊരു അടി കൊടുക്കുകയാണെന്ന് വെച്ചോളൂ, ആ അടി താങ്ങാൻ കഴിയാത്ത ഒരാളിനാണ് അത് കൊടുക്കുന്നതെങ്കിൽ അയാൾ താഴെ വീഴും. ഇപ്പോൾ കരാട്ടെ പഠിച്ച ഒരാളിനാണെങ്കിൽ നമ്മളൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ തടയും, ചിലപ്പോൾ നമുക്കൊന്ന് തിരിച്ചും തന്നു. അപ്പോൾ ഇത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള വിസ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ ഇൻ്റർനെറ്റ് വഴി മാത്രമല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വരകളും കൈയുടെ പല ആംഗിളിലുള്ള ഫോട്ടോകളും കൈയുടെ ഡയമെൻഷൻ മാർക്കിങ്ങും ഒക്കെ ചെയ്താലേ ഈ പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി കൈയെക്കുറിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പ്രപ്പോർഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചെറുവിരൽ അതിൻ്റെ തൊട്ട മോതിര വിരലിൻ്റെ എവിടെ വരെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് ഒരുപാട് പല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആളുകൾ പഠിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? ഫോട്ടോ എടുക്കുന്നത് ചരിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ചെറുവിരൽ വലുതായിട്ട് തോന്നും. അങ്ങനെ അത് നോക്കാൻ പാടില്ല. അപ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല. ഈ ഓൺലൈനായിട്ട് കൈരേഖ ശാസ്ത്രം പറയുന്നത് ഈ കാക്കാത്തി പറയുന്ന പോലെയുള്ളൂ, അതൊരു വയറ്റിപ്പഴപ്പാണ്. അങ്ങനെയല്ല, ഇത് സത്യസന്ധമായിട്ട് പഠിക്കണം. കുറച്ച് സയൻറ്റിഫിക് മൈൻഡുള്ളവർ പഠിച്ചിട്ട് വേണം ഇതിലേക്ക് എത്താൻ. ഇല്ലെങ്കിൽ ഇത് ഒരു വെറും ഒക്കൾട്ട് സയൻസായിട്ട് മാറിപ്പോകും. 1-2 ലേഖനങ്ങൾ എനിക്ക് വായിക്കാൻ കഴിയുണ്ടായി മെഡിക്കൽ ഹാൻഡ്സ് ഈ കൈരേഖകളെ കുറിച്ച് പഠിച്ചിട്ട്. ഹൃദ്രേഖ
ഹൃദ്രോഗം കൈരേഖയുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നു എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ജേണൽ ഞാൻ വായിക്കേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെയുള്ള പേപ്പറുകളൊന്നും കണ്ടില്ല. അതൊരു മെഡിക്കൽ ഹാൻഡ് തന്നെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, കാരണം ശരീരത്തിൻ്റെ അവയവങ്ങൾ തമ്മിൽ തന്നെ ഇപ്പോൾ തലച്ചോറുമായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രന്ഥികൾ കണക്ട് ചെയ്തിട്ടുള്ളത് കണ്ണിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ കയ്യിൽ നിന്നാണ്, കൈപ്പത്തിയിൽ നിന്നാണ്. അപ്പോൾ കൈപ്പത്തി അങ്ങനെ നമുക്ക് വളരെ ലഘുവായിട്ട് മാറ്റാൻ പറ്റുന്ന, നമ്മുടെ ശരീരത്ത് ഏറ്റവും കൂടുതൽ ശരീരഭാഗങ്ങളിൽ കണ്ണ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെർവ്സ് കണക്ഷൻ തലച്ചോറിലേക്ക് പോയിരിക്കുന്നത് കൈകളിൽ നിന്നാണ്. നമ്മുടെ ഓരോ വിരലിലും, അതായത് ഓരോ കയ്യിലെ ഓരോ വരയും ചിലപ്പോൾ തലച്ചോറുമായിട്ട് കണക്ഷൻ ഉണ്ടാകാം. അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. മെഡിക്കൽ സയൻസ് ഞാനത്ര എക്സ്പേർട്ടല്ല, പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ കയ്യിൽ വരുന്ന അത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കയ്യിലെ രേഖകൾ മറ്റൊരാളുടെ കയ്യിൽ വരുന്നില്ല, എന്തുകൊണ്ട് വ്യത്യസ്തമായി പോകുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ മൂക്കിൻ്റെ നീളത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. മനസ്സിലായല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ നമ്മൾ കൈപ്പത്തിയെക്കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ട്. ഇതൊക്കെ മൂത്താശാരിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില അറിവുകളാണ്. അതുപോലെ നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും തമ്മിൽ കണക്ടിവിറ്റി ഉണ്ട്. അത് പ്രൊപ്പോർഷൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, സെൻസിറ്റിവിറ്റി ആണെങ്കിലും ശരി. ഇപ്പോൾ ഉദാഹരണത്തിന് വർഷയുടെ കാൽപാദത്തിലൊരു വേദന വന്നു കഴിഞ്ഞാൽ പാദത്തിൽ തടയിട്ട് കാര്യമില്ല, കഴലേക്ക് തടകണമെന്നാണ് അതിൻ്റെ. അത് പഴയ മർമാചാര്യന്മാർ പറയുന്നതാണ്. അതിന് ചില ജോയിൻറ്റുകളുണ്ട്, അതായത് ചില ലിംബ് നോട്ട്സ്. ഈ ലിംബ് നോട്ട്സിലുണ്ടാകുന്ന രക്തതടസ്സമാണ് മറ്റൊരു ഭാഗത്ത് വേദനയായി വരുന്നത്. അപ്പോൾ അവിടെ തടകിയാൽ ചിലപ്പോൾ വേദന മാറില്ല, ഈ ലിംബ് നോഡ് ഇരിക്കുന്ന ഭാഗത്ത് തടകിയാൽ ചിലപ്പോൾ വേദന മാറിയെന്ന് വരും. അപ്പോൾ ശരീരത്തിൽ ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇടത് കൈയുടെ പ്രവർത്തനം തലച്ചോറിൻ്റെ വലതു ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, വലത് കൈയുടെ പ്രവർത്തനം തലച്ചോറിൻ്റെ ഇടതു ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ബുദ്ധി തന്നെ ഇടതും വലതും. ഇതൊക്കെ മെഡിക്കൽ സയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതങ്ങ് നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെഡിക്കൽ പ്രഡിക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ ഇന്നുള്ള പാമിസ്ട്രി സത്യമാണെന്നോ പൂർണ്ണമാണെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിലൊരു സത്യവുമില്ല. 1,00,000 അല്ലെ 2,00,000 കൈകൾ പഠിച്ചു കഴിഞ്ഞാലും അത് നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ വെച്ച് പെട്ടെന്ന് പറ്റും. കാരണം സ്കാനർ വെച്ചിട്ട് എടുത്ത് രേഖകൾ കൃത്യമായിട്ട് എടുത്ത് കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് വരെ സോൾവ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഇതിൽ എത്രമാത്രം സത്യമുണ്ടോ ഇല്ല എന്നുള്ളത്. അതുവരേക്ക് ഇപ്പോഴുള്ളതുപോലെ ഇതൊരു ഒക്കൽ സയൻസായിട്ട് കണ്ടിന്യൂ ചെയ്തു വരും. പക്ഷെ പഠിക്കേണ്ടതാണ്. നമുക്ക് ഇത് അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വന്നേക്കാവുന്ന ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന സാധ്യതകളും അപകടങ്ങളും ഒക്കെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അത് സത്യമാണോ അല്ലയോ എന്ന് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതെ, സത്യമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുമെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള അത്ഭുതം എന്താണെന്ന് പറയട്ടെ. സാറിന് ഇതിനൊക്കെ എങ്ങനെ അറിയുന്നു, സാർ എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ചെറുതായിട്ടൊരു അത്ഭുതം ഉണ്ടായത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തീർക്കാൻ നോക്കുകയാണ്. കാരണം കഴിഞ്ഞിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് ചോദിക്കാമല്ലോ, സാർ എൻ്റെ കൈ കൂടെ ഒന്ന് നോക്കൂ. അങ്ങനെയുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്, സീരിയസ്ലി ഞാനിങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ആൻഡ് സാറിന് ഇതെല്ലാം പഠിച്ചെടുക്കുന്നു, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അറിയുന്നു എന്നുള്ളൊരു അത്ഭുതം ആക്ച്വലി സീരിയസ്ലി ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായിട്ടോ. കാരണം അന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വേണമെങ്കിൽ മുത്താശ്ശേരിനൊക്കെ മറന്നു പോവാം, പക്ഷെ അതൊന്നും മറക്കാതെ ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നു. ആ ഒരു റൂൾസൊക്കെ ഇന്നും അങ്ങനെ തന്നെ ഓർത്തെടുക്കുന്നു എന്നൊക്കെ ഉള്ളത് കുറച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ചെറുപ്പകാലത്തെ ഓർമ്മകൾ നമ്മൾ വളരെ ശക്തമായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകളൊക്കെ വളരെ ശക്തമാണ്. അതുകൊണ്ട് ആ മെമ്മറിയുടെ ഗ്രോത്തിൻ്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആയതുകൊണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് വയസ്സായപ്പോഴുള്ള പല കാര്യങ്ങളും ഒരു പക്ഷേ മറന്നു പോയിട്ടുണ്ടാകും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മളാരും ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. പക്ഷെ ആ മുഖം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എത്ര വർഷമായി, 1/2 നൂറ്റാണ്ടിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഓർമ്മ ഇപ്പോഴും എന്നെ വളരെ ശക്തമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ ഒരാളിന് പകർന്നു കൊടുക്കണം. അദ്ദേഹത്തിന് മകനില്ല, അപ്പോൾ അത് പുരുഷനെ പകർന്നു കൊടുക്കാവുന്നതാണ്. അതെന്താ, അതൊരു ഡിസ്ക്രിമിനേഷനാണ്. പകർന്നു കൊടുക്കണം. അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ മകന് പകർന്നു കൊടുക്കുന്നതിന് വേറെ എനിക്ക് അദ്ദേഹം പകർന്നു തന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. എൻ്റെ വീട്ടുകാർക്ക് കൂടി അറിയില്ല ഞാനിതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. കാരണം എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് അവധിയുള്ള ദിവസങ്ങളിൽ വീടിൻ്റെ
തൊട്ടൊരു വരാന്തയുണ്ട്, ഒരു ക്ലോസ്ഡ് വരാന്തയാണ്. ഈ വരാന്തയിൽ നിന്നാണ് അദ്ദേഹം ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വരാന്തയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിരിക്കും. അപ്പോൾ അദ്ദേഹം ഈ ഉളിയും കൊണ്ട് പണിയും ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് നിന്ന് ഉളിയുടെ പണിയും പഠിച്ചു. എനിക്ക് ഉളി വെച്ച് പണിയാനറിയാം, മരപ്പണി അറിയാം അത്യാവശ്യം. ഇതും പഠിക്കേണ്ടത്, പക്ഷേ അതൊന്നും ചെയ്യാറില്ലെന്ന് മാത്രം. ഇപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ ഇനി എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരമായിരുന്നു അതെന്നാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും ചില അനുഭവസ്ഥരോടെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു 60-65 വയസ്സുണ്ടാവും. നരച്ച താടിയും നരച്ച മുടിയും നല്ല പെട്ടി കണ്ണടയൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ആധികാരികമായ ഒരു മുഖമായിരുന്നു. ആ മുഖം അതുകൊണ്ടാണ് മറക്കാൻ പറ്റാത്തത്. ഓക്കെ, എന്തായാലും ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം എൻജോയ് ചെയ്തു. അപ്പം താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നന്ദി സോ മച്ച്. നന്ദി സോ മച്ച്. നന്ദി.